നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് മെഡിറ്റേഷനെ കുറിച്ചാണ്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിലും അതിന് മെഡിറ്റേഷൻ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു റോളുണ്ട്. എസ്പെഷ്യലി ലോ ഓഫ് അട്രാക്ഷൻ, അതുമാതിരി ഹോപ്പിനൊക്കെ മെഡിറ്റേഷൻ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കൺസെപ്റ്റാണ്. കാരണം ആക്ച്വലി സ്പീക്കിംഗ് അതൊരു മെഡിറ്റേറ്റീവ് എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാലത്ത് നമുക്ക് മെഡിറ്റേഷൻ, പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. എന്താണ് ആക്ച്വൽ മെഡിറ്റേഷൻ, ഏത് മെഡിറ്റേഷൻ എനിക്ക് സൂട്ടബിൾ ആകുക, അതുമാതിരി മെഡിറ്റേഷൻ കൊണ്ട് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അങ്ങനെ പല പല ഡൗട്ട്സ് ഉണ്ടാകാം. അതിൽ കുറച്ച് ഡൗട്ട്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സുബീഷ് മേനോൻ. ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലെ പല ടോപ്പിക്സും ഷെയർ ചെയ്യുകയാണ്, ഇൻക്ലൂഡിങ് ലോ ഓഫ് അട്രാക്ഷൻ, ഹോപ്പിനോ അങ്ങനെ പല ടെക്നിക്സും, ദാറ്റ് ലോകത്തിൽ കുറച്ച് നന്മകളും കുറച്ച് പീസും വരട്ടെ എന്ന ഒരു ആഗ്രഹത്തോടെ തുടങ്ങിയതാണ്. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഭാഗമാണ്. അതായത് എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ ഞാൻ പല കോഴ്സുകളും ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും അതിൻ്റെ പാർട്ടാകണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അതുകൂടാതെ ഞാൻ എഴുതിയ 2 ബുക്കുകളുടെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഈ പേഴ്സണൽ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിൻ്റെ ടോപ്പിക്സ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, support@subishmenon.com. ഓക്കെ. ഇന്നത്തെ ടോപ്പിക്, അതായത് ഈ വീഡിയോത്തെ ടോപ്പിക്കായ മെഡിറ്റേഷൻ. എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ കുറേ കാലങ്ങളായിട്ട് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ടെക്നീക്കാണ് അല്ലേ. ആക്ച്വലി നമുക്കൊരു ഒരു വലിയൊരു തെറ്റിദ്ധാരണ എന്താ പറയുക, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് ഒരു സ്ഥലത്ത് ഇരുന്ന് ചിലപ്പോൾ ചില ആൾക്കാർ ഒരു പോസ്ചറിലിരിക്കണം, നമ്മൾ ബ്രെത്തിൽ ഫോക്കസ് ചെയ്യണം. അതുമാതിരി ചിലപ്പോൾ ചില ആൾക്കാർ ഓരോ ഡിഫറെൻറ്റ് ടെക്നീക്സ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ പ്രശ്നം പറ്റുന്നത്, പല ആൾക്കാരും തെറ്റ് പറ്റുന്നത് എന്താ പറഞ്ഞാൽ, നമ്മൾ ആ ടെക്നീക്ക്, അതായത് അതിൻ്റെ ടെക്നീക്സിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. ടെക്നിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ടെക്നിക്സ് എത്ര നന്നായി നമ്മൾ ഫോക്കസ് ചെയ്താലും അതിൻ്റെ ആക്ച്വൽ എന്താണ് മെഡിറ്റേഷൻ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഓക്കെ. ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെക്നിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ടെക്നിക്കിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയത് നമ്മൾ എന്താണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും വലിയൊരു തടസ്സം എന്താ പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്ന മെഡിറ്റേഷൻ പറഞ്ഞാൽ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പീസ് ആകണം, നമുക്ക് തോട്ട്സ് ഒന്നും വരരുത്, അങ്ങനെ ക്ലിയറായി വരികയാണെങ്കിൽ തന്നെ പോസിറ്റീവ് തോട്ട്സേ വരാൻ പാടുള്ളൂ. ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ തെറ്റിദ്ധാരണ ഞാൻ മാറ്റാൻ പോവുകയാണ്. മെഡിറ്റേഷൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ആകാം, ടെക്നിക്സിന് ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ ആയാലും നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ മൈൻഡിനെ ഒബ്സേർവ് ചെയ്യുക, അതാണ് മെഡിറ്റേഷൻ. അത് കണ്ണടച്ചിരിക്കണ മെഡിറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ യു ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ തോട്ട്സ്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിനെ തോട്ടായിട്ട് കാണാൻ പഠിക്കുക. അപ്പോൾ ഇനീഷ്യലി നമുക്കത് പറ്റില്ല. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, ചിലപ്പോൾ 1 മാസമൊക്കെ എടുക്കും ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ഒബ്സർവറായിട്ട് തോട്ട്സ് കാണാൻ. കൂടുതൽ ഇൻവോൾവ് ആകാതെ, അതായത് ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ ഇൻവോൾവ് ആകാതെ അതിൻ്റെ എന്തുകൊണ്ട് നെഗറ്റീവ് തോട്ട് വന്നു അങ്ങനെ ചിന്തിച്ച് പിന്നെയും നെഗറ്റിവിറ്റിയിൽ പോവാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയതല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സ്റ്റേജിലെത്തും, ദാറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവരെ നമ്മൾ പുഷ് ചെയ്യണം. ഓക്കെ. അതിനാണ് നമുക്ക് പല കോഴ്സുകളുള്ളത്, അല്ലെങ്കിൽ പല അക്കൗണ്ടബിലിറ്റി ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങൾക്ക് എന്താണ് അത് ചെയ്യാനുള്ള നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ വേണം. ഓക്കെ. ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ നമ്മൾ ഹോപ്പിനൊപ്പനോ അഡ്വാൻസ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും 30 ഡേ കോഴ്സ് ഉണ്ട്. അത് ഇൻഫാക്റ്റ് ഈ December 9th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഗ്രൂപ്പിൽ ചേർന്നിട്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, എസ്പെഷ്യലി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, മെഡിറ്റേഷൻ ഇതാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ച് പിന്നെയും ഡീപ്പായിട്ട് പോകാൻ പറ്റും. ഓക്കെ. അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ എക്സ്പീരിയൻസിലോട്ട് വേണം നമ്മൾ പോകാൻ. പക്ഷേ നമ്മൾ പല ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത് ആ ടെക്നിക്കോ, ഞാൻ ബ്രീത്തിങ് ചെയ്ത് ശരിയായോ, അനുലോമവിലോം ചെയ്ത് ശരിയായോ, ഞാൻ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കണോ ശരിയാണോ, എൻ്റെ പോസ്ചർ കറക്റ്റാണോ, സ്ട്രൈറ്റ് ആയിരിക്കണോ. നമ്മുടെ കൂടുതൽ ആൾക്കാർക്കും അങ്ങനത്തെ ശ്രദ്ധ. പക്ഷേ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാതെ
അത് അതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ആക്ച്വൽ മെഡിറ്റേഷൻ എന്താണ്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കിട്ടുന്ന റിസൾട്ട്സ് നമുക്ക് കിട്ടാറില്ല. ഓക്കെ, സോ മെഡിറ്റേഷൻ ഇത് സിമ്പിളാണ്. ഇനി സെക്കൻഡ് തിങ് എന്നാൽ കണ്ണടച്ചിരിക്കണമെന്നില്ല. നിങ്ങളിപ്പോഴും ഫോർ എക്സാമ്പിൾ കേൾക്കുമ്പോൾ ഇഫ് യു ആർ ഫുള്ളി ദെയർ, ഇപ്പോൾ ഞാൻ പറയണത് കേൾക്കുമ്പോൾ എൻ്റെ ഓരോ സെൻറ്റൻസും മനസ്സിലാക്കി, നിങ്ങൾ ഓരോ വേർഡ്സും മനസ്സിലാക്കി, നിങ്ങൾ ഇഫ് യു ആർ ഫുള്ളി ദെയർ, യെസ് ദിസ് മൂമെൻറ്റ്, ഇഫ് യു ആർ ദെയർ ദെൻ യു ആർ മെഡിറ്റേറ്റീവ് ആസ് വെൽ. നിങ്ങൾ മെഡിറ്റേറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ, മെഡിറ്റേഷൻ നിങ്ങൾ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. ഓഫ് കോഴ്സ് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നേരം മെഡിറ്റേഷന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം, പക്ഷെ അത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നിങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ കാണുമ്പോഴും, നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴും, നിങ്ങൾ നടക്കുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുക. മെഡിറ്റേറ്റീവ്മാരെ തന്നെ ഒരു ഒബ്സർവറാക്കാൻ നോക്കുക. സോ അതിനുവേണ്ടി യെസ്, നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾക്ക് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി 1 മാസം കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു ഒബ്സർവർ ആകാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഫുൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അങ്ങനെ ഒബ്സർവറായിട്ട് കാണാൻ ഒരു സ്റ്റേജ് എത്തും. അതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മെഡിറ്റേഷൻ. അപ്പോൾ നിങ്ങളുടെ ജീവിതമൊക്കെ ട്രാൻസ്ഫോർമേഷൻ വരും, പല ചേഞ്ചസും വരും. ഓക്കെ, സോ ഇത് മനസ്സിലാക്കുക. ടെക്നിക്ക് നിങ്ങൾ എന്തെടുത്തോളൂ, അപ്പോൾ ഏത് ടെക്നിക്ക്, ഏത് പോസ്ചർ എങ്ങനെ വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷേ മൈൻഡിൽ തോട്ട്സ് വരുമ്പോൾ അയ്യോ എന്തുകൊണ്ട് മൈൻഡ് തോട്ട്സ് വരണോ, ഇതിങ്ങനെ മാറ്റണം പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യരുത്. റെസിസ്റ്റൻസ് മാറ്റിയിട്ട് എന്താണോ വരുന്നത് ഒബ്സർവ് ചെയ്ത് പോവുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മെഡിറ്റേഷനിൽ. ഓക്കെ, സോ ഐ ഹോപ്പ് ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരിക. എന്ത് വേണം വന്നോട്ടെ, കുഴപ്പമില്ല, ജസ്റ്റ് ഒബ്സർവ്. അത് ശ്രമിക്കാൻ തുടങ്ങുക. കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എത്തും. ഓക്കെ, സോ ഞാൻ പറഞ്ഞ ഒരു ടെക്നിക്ക് പറയാൻ വേണ്ടിയിട്ടല്ല, എന്താണ് മെഡിറ്റേഷൻ്റെ കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്ത്. മെഡിറ്റേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ചെയ്യാത്തവർ, ഇതുവരെ മെഡിറ്റേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇടയിൽ നിർത്തിയ ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ റിക്വസ്റ്റാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ടെക്നിക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് കണ്ണടച്ചിട്ട് ദിവസം അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു 15 മിനിറ്റെങ്കിലും രാവിലെയും വൈകിട്ടും ഇരിക്കാൻ നോക്കുക. ഇനി വൈകിട്ട് രാവിലെ പറ്റില്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരു അരമണിക്കൂർ ജസ്റ്റ് കണ്ണടച്ചിട്ട് ജസ്റ്റ് ഒരു സൈലൻസ് ഇരിക്കാൻ പറ്റിയ അത്രയും നല്ലത്. പുറത്തുനിന്ന് വയസ്സൊന്നും ഇല്ലെങ്കിൽ റൂം അടച്ചിരിക്കാൻ അത്രയും നല്ലത്. ജസ്റ്റ് ഇരിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മനസ്സല്ല, നിങ്ങളെക്കുറിച്ച് വേറെ ആൾക്കാരിനെക്കാട്ടിലും നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വേറെ ആൾക്കാർ പറയണേക്കാട്ടിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ ഈസ് എ റിഫ്ലക്ഷൻ. മെഡിറ്റേഷൻ നമുക്ക് നമ്മുടെ മൈൻഡിനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നൊരു സംഭവമാണ്. സോ മൈൻഡിനെ ഇത്രയും ക്ലിയറായി അറിയണമെങ്കിൽ വേറെ ഒരു ടെക്നിക്കും ഇല്ല. അങ്ങനെ എന്തുകൊണ്ടാണ് അറിയണത്? നമ്മൾ അറിയുമ്പോൾ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും അറിയും. പക്ഷെ പല ആൾക്കാരും എന്ത് ചെയ്യും, നെഗറ്റീവ് വരുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നമുക്ക് ആക്ച്വലി ചേഞ്ച് വരണമെങ്കിൽ നമ്മൾ നെഗറ്റീവിനെയും പോസിറ്റീവിനും നെഗറ്റീവിനെ മനസ്സിലാക്കിയാലേ അത് മാറ്റാൻ പറ്റുള്ളൂ. നമ്മുടെ ആക്ച്വൽ പ്രോബ്ലം നമുക്ക് അവിടെ മനസ്സിലാവും. സോ ദാറ്റ് വി ക്യാൻ ടേക്ക് ആക്ഷൻ. പക്ഷെ പല ആൾക്കാർക്കും ആ പ്രോബ്ലം അറിയാത്തതുകൊണ്ടാണ് അവർക്ക് എന്ത് ആക്ഷൻ എടുക്കണം, അത് ശരിയാണോ തെറ്റാണോ, ആ ആക്ഷൻ ഞാൻ എടുക്കുന്നത് കറക്റ്റാണോ, അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ആ ചേഞ്ച് വരുത്താൻ പറ്റാത്തത്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റാൻ നോക്കുക. അതേ ഉള്ളൂ എൻ്റെ ഇന്ന് പറയാനുള്ള ഈ വീഡിയോയിൽ. സോ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി എൻ്റെ കോഴ്സിലെ ഭാഗമാണെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഐ വിൽ ബി ഡൂയിങ്. ഞാൻ എൻ്റെ കോഴ്സിനെ ഓപ്പൺ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യണം 108 പ്രാവശ്യം. ആൻഡ് ദെൻ നമ്മളൊരു അഡ്വാൻസ്ഡ് ഓപ്പൺ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും. ഞാൻ ചെറുതായിട്ട് EFT ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ടിൽ ദെൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയണ മാതിരി ഹീൽ യുവർ സെൽഫ് ഫസ്റ്റ് ആൻഡ് ഹീൽ ദ വേൾഡ്. നമസ്കാരം.